നമസ്കാരം. അങ്ങോട്ടേ ഇങ്ങോട്ടേ എന്ന ആശങ്കകൾ അവസാനിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരോധനം വൈകിപ്പിച്ചതോടെ ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടിക്ടോക്ക് അമേരിക്കൻ ആപ്പ് സ്റ്റോറുകളിൽ തിരിച്ചെത്തി. റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആപ്പിൾ സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ഇനി മുതൽ ടിക്ടോക്ക് ലഭ്യമായി തുടങ്ങും. നേരത്തെ നിരോധനം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ടിക്ടോക്ക് ആപ്പ് നീക്കം ചെയ്തിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ ടിക്ടോക്ക് ആപ്പ് പുനഃസ്ഥാപിച്ചതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ഏപ്രിൽ അന്നത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവെച്ച നിയമത്തെ തുടർന്ന് ആപ്പിന്റെ അമേരിക്കയിലെ പ്രവർത്തനം പ്രതിസന്ധിയിലാവുകയായിരുന്നു. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ നിന്നുള്ള ഒരു ഉടമയ്ക്കോ അവരുടെ സഖ്യകക്ഷികളിൽ ഒരാൾക്കോ ആപ്പ് വിൽക്കാൻ 270 ദിവസത്തെ സമയമാണ് ടിക്ടോക്ക് ഉടമസ്ഥരായ വെബ്സ്റ്റാൻഡ് നൽകിയത്. അല്ലെങ്കിൽ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ആശങ്കകൾ കണക്കിലെടുത്ത് വിലക്ക് നേരിടേണ്ടി വരുമെന്നും വ്യക്തമാക്കിയിരുന്നു. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി 19-ന് ടിക്ടോക്കിന് അമേരിക്കയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ടി വന്നു. എന്നാൽ ട്രംപ് അധികാരത്തിൽ തിരിച്ചു വന്നതിന് പിന്നാലെ ടിക്ടോക്കും അമേരിക്കയിലേക്ക് തിരിച്ചെത്തി. നിരോധനം താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഇതോടെ ഏകദേശം 14 മണിക്കൂർ നീണ്ടുനിന്ന ഉപരോധത്തിന് ശേഷം ടിക്ടോക്ക് അമേരിക്കയിൽ വീണ്ടും സജീവമായി. നിയമത്തിൽ നിന്ന് രക്ഷ നേടാൻ ടിക്ടോക്കിന് ഒരു പുതിയ ഡീൽ ഉണ്ടാക്കാൻ സമയം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം 5 വർഷം മുൻപ് നിരോധിച്ച ചൈനീസ് ആപ്പുകളിൽ പലതും ഇന്ത്യയിലേക്ക് തിരിച്ചെത്താൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതോടെ വലിയ ജനപ്രീതി ഉണ്ടായിരുന്ന ടിക്ടോക്കും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുമോ എന്ന ചർച്ചകളും സജീവമാണ്. ടിക്ടോക്ക് നിരോധനത്തിന് ശേഷം സമാനമായ ജോഷ്, മോജോ എന്നീ ആപ്പുകൾക്കും പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യതയുണ്ടാക്കാൻ സാധിച്ചിരുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.